യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ത്രീകൾ എങ്ങനെ വെച്ചാൽ രാവിലെ എണീക്കണോ, നിസ്കരിക്കണോ, നിസ്കാരം കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ കയറണം, ഇതന്നെ അല്ലല്ലേ എന്നും പണി. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ. അത് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇതാ ചായയൊക്കെ വെച്ച് പിന്നെ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആട്ടപ്പൊടി, റവയും മൈദയും ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊക്കെ പിന്നെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ, എന്നാലല്ലേ പൂരി നല്ല മയമായിട്ട് വരുള്ളൂ. പിന്നെ അങ്ങനെ ഞാനത് ഇന്നലെ രാത്രി തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കടല. അപ്പോൾ കടല വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ അതിലിതാ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. കിഴങ്ങും മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ അങ്ങനെ കുക്കറിൽ വെച്ചിട്ട് അത് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകിയിട്ട് അത് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ എളുപ്പം ചിരവി പിന്നെ വറക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കറി ശരിയാക്കിയിട്ട് വേണം നമുക്ക് മിന്നുവിനെ ഇന്ന് മദ്രസയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. മദ്രസയിലേക്കാച്ചാൽ ഇന്ന് നടന്ന് പോകണം, കാരണം സ്കൂട്ടി പണി തന്നിക്കണ്. അപ്പോൾ അത് ശരിയാക്കി വരുവോളം ഇനിയിപ്പോൾ ശരിയാക്കി കിട്ടുവോളം ഇനി പിന്നെ നടന്നിട്ട് തന്നെ കൊണ്ടാക്കേണ്ടി വരും. അപ്പോൾ സ്കൂട്ടിമ്മ പോണതിനേക്കാൾ നേരത്തെ പോകണ്ടേ. അപ്പോൾ ഇത് എളുപ്പമായാലേ നമുക്ക് അത് ഓളെ പിന്നെ നീപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഇതൊക്കെ വറുത്തെടുത്ത് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എടുത്തു വേഗം അത് തൊലി കളഞ്ഞ് നേരാക്കിട്ടോ. അങ്ങനെ വേഗം പിന്നെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ചെറുതായിട്ട് പിന്നെ അരിഞ്ഞെടുത്തത് ചട്ടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടോ. ഇനി നേരം വഴുകണ്ട വെച്ചിട്ട് എണ്ണ ചൂടാവാനൊന്നും നിന്നില്ല. പിന്നെ തീ കത്തിക്കണതിൻ്റെ മുന്നേ ചീനച്ചട്ടിയിൽ ചെറിയുള്ളിയും എണ്ണയും വേപ്പിൻ്റെ ഇലയും ഒക്കെ അതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നാൽ പിന്നെ ഇത് ആയ സമയത്ത് തേങ്ങ അരച്ച സമയത്ത് തന്നെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ തേങ്ങ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഞാൻ മിക്സിയിലിട്ട് ആദ്യം ഒന്ന് വെറുതെ ഒന്നാണ് അടിച്ചെടുക്കട്ടെ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ മിക്സിയുടെ മൂടിയില്ലേ, ജാറിൻ്റെ മൂടി ആണ് പുറത്തേക്ക് തെറിച്ച് പോകും. അപ്പോൾ അത് കാരണം ആദ്യം ഒന്നാണ് ഇതാക്കിയെടുക്കും, ഒന്നാണ് മിക്സ് ചെയ്തെടുക്കും, എന്നിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുള്ളൂ. അപ്പോൾ ഈ മിക്സ് ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് തൂമിച്ച് ഒഴിക്കലാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഉപ്പൊക്കെ പാകം ഉണ്ടോ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്, കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ 7 മണി ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നീക്കുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ, ചിലപ്പം ഓരോരോ മൂഡിലാവും. ചിലപ്പോൾ ഇന്ന് നല്ല രീതിയിലാണെങ്കിൽ നാളെ മദ്രസക്ക് പോകുമ്പോൾ വേറെ മൂഡിലാവും. അപ്പോൾ ഓരോ ദിവസം ഓരോ മൂഡിലേക്കാനും, നീക്കുമ്പോൾ എന്താ മൂഡെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഞാൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. കറി കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പോയിട്ട് മിന്നുവിനെ പിന്നെ നീപ്പിച്ച് മേലൊക്കെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, നീച്ചാൽ കുറച്ച് നേരം കിടക്കണം കേട്ടോ ഓൾക്ക്, അത് ഓൾക്ക് നിർബന്ധമാണ്. അങ്ങനെ കറിയൊക്കെ മൂടി വെച്ച് ഞാൻ അങ്ങനെ മിന്നുവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ദേ കിടക്കണേ, പിന്നെ പോകണ്ടേ എന്നുള്ള ഒരു മൂഡിലാണ് കേട്ടോ. അപ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുള്ള മൂഡൊന്നും ശരിയായിട്ടില്ല. പിന്നെ ചായ കൊടുത്തപ്പോൾ ചായ കുടിക്കണില്ല, എന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടാണ് ഓൾ പോവലുള്ളത്. ഇന്ന് ചായ തന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് എളുപ്പം കുടിക്കാം നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ എനിക്ക് വേണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ വന്നിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ആദ്യമൊക്കെ വെള്ളം കൊണ്ടുപോയിരുന്നു, ഇപ്പോൾ അതും കൊണ്ടുപോകണില്ല. ഇതിപ്പോൾ വേണ്ടാന്ന് പറയും. അത് മതിക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ക്ലാസ് അവിടെ വെച്ചോള്. അങ്ങനെ ഞാൻ മിന്നുവിനായിട്ട് അങ്ങനെ പോയി ടാറ്റയൊക്കെ പറഞ്ഞ് ഓള് ഞങ്ങൾ രണ്ടാളും കൂടി പോയി വന്നപ്പോൾ പിന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്, പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് വേഗം കുഴച്ചെടുത്ത് കുറച്ച് മതിട്ടോ, ഇവിടെ ആരും അങ്ങനെ കഴിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ട് അതിലിട്ട് കൊടുത്തു ഞാൻ ഓരോന്ന്. പിന്നെ പരത്തലും ചുടലും കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ സ്വത്തൂന വെച്ചാൽ ഇടയ്ക്ക് ഭൂരി പറ്റൂല. പിന്നെ ഈ പച്ചപ്പട്ടാണിയുടെ കറി ആവുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് ഈ കറിയാണെങ്കിൽ ഞാൻ ഭൂരി കഴിക്കുന്നതാണ് ഓന് പറയൽ. അങ്ങനെ ഭൂരിയൊക്കെ ചുടുമ്പോൾ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നന്നല്ലാത്തത് നമുക്ക് പിന്നെ എന്താ ചുട്ടെടുക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടില്ല എന്നുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഭൂരി അടിപൊളിയാവുമല്ലോ. അങ്ങനെ ഓരോന്നായിട്ട് അതൊക്കെ ചുട്ടെടുത്തു. അങ്ങനെ ഓരോ പൂരിയും പിന്നെ വേഗം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ പൊള്ളച്ച് നിൽക്കണതാണ്. ഇങ്ങനെ ഈ ചൂടോടുക്കനെ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴും ഭയങ്കര രസമാണല്ലോ. അങ്ങനെ അതൊക്കെ ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് പോയതാട്ടോ, ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് ഒന്ന് മങ്ങിയത്. പിന്നെ അങ്ങനെ എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് എൻ്റെ ഊഴാണ് കേട്ടോ, ചായ അടിക്കേണ്ട ഊഴം. അപ്പം ഞാൻ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കറിയും പൂരിയൊക്കെ എടുത്തു. അങ്ങനെ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഐഷു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ വീട്ടിലില്ലാത്ത കാരണം പിന്നെ ഐഷുവിൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐഷു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മിന്നുവിനെ തിരിയിട്ട് തിരഞ്ഞാൽ കാണൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ തിരിയിട്ട് തിരഞ്ഞാൽ കാണൂല പറഞ്ഞാൽ എവിടെ നോക്കിയാലും മിന്നുവിനെ കാണൂല. ഭക്ഷണം കഴിക്കാൻ പോലും വരില്ല. കാരണം അവർ രണ്ടാളും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഇമ്മയും കുട്ടിയും അങ്ങനെ ഓല് കളിക്കുക, ഒന്നല്ലെങ്കിൽ ടീച്ചറും കുട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പിന്നെ ഫോണൊന്നും ഉപയോഗിക്കില്ല. ഫോണിൻ്റെ കവറ് മാത്രം പിന്നെ ഓല് കളിക്കാൻ വേണ്ടി കൊണ്ടുപോകും കേട്ടോ. ഫോണിൻ്റെ കവറൊന്നും തരും, ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് ഈ കൽക്കണ്ടമൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെയും വീണ്ടും അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പേനും പുസ്തകവും മാത്രമാണ് അവർക്ക് ആവശ്യമുള്ളൂ. പിന്നെ വായിച്ചു പോയാലുള്ളൂ കേട്ടോ പിന്നെ എന്താ ഫോണിനൊക്കെ വരിക. പിന്നെ ഞാൻ ഉച്ചക്ക് ചോറിനാൻ വേണ്ടിയിട്ട് ചോറിന് മീൻകറി ഉണ്ടായിരുന്നു, നല്ല വാഴക്കയിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്വത്തു പിന്നെന്താണ് സ്കൗട്ടിന് പോകാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് സ്കൂളില്ലാത്തതുകൊണ്ട് ഓനക്ക് സ്കൗട്ടിന് രാവിലെ സ്കൗട്ട് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷമൊക്കെ സ്കൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഓന് പോയതിൻ്റെ ശേഷം ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ചായ എടുക്കാൻ വേണ്ടിയിട്ട്. അസ്മ വന്നപ്പോൾ അസ്മ ഉണ്ടാക്കിയാണ് കേട്ടോ. ഈ പൂവട ഉണ്ടാക്കാൻ അറിയില്ല, കാരണം അച്ഛനുണ്ടെങ്കിൽ ഇക്ക് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 തരം പിന്നെ ഇതുണ്ടാക്കിയത്, ഒന്ന് ശർക്കരയുടെ ഒന്ന് പഞ്ചസാരയുടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് കുറേ നേരം പിന്നെ ഐഷും മിന്നും കൂടെയൊക്കെ പിന്നെ പുറത്തൊക്കെ കുറേ നേരം കളിച്ചു കേട്ടോ. മിന്നുവിൻ്റെ ചുരിദാർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അവൾ അത്ര ഇഷ്ടപ്പെട്ടിട്ട് അടുപ്പിച്ചതാണ് കേട്ടോ. അവൾക്ക് എങ്ങനെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോയുടെ ഫുൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.